ഒരു കാലത്ത് ട്രോളുകളെല്ലാം ഏറ്റുവാങ്ങിയ ഒരു ഷോ തന്നെയായിരുന്നു കഥയല്ലിത് ജീവിതം. ശരിക്കും പറഞ്ഞാൽ ഇത് തുടങ്ങിയപ്പോൾ വല്ലാത്തൊരു റേറ്റിംഗ് ഉണ്ടായിരുന്നു. ആദ്യം ഈ പരിപാടി ഫ്ലോപ്പാകുമെന്ന് കരുതിയെങ്കിലും പിന്നീട് ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു വലിയ കാര്യം ഈ ഒരു ഷോയ്ക്ക് തന്നെ പറയാനുണ്ട്. ആ ഒരു ഷോയിലൂടെ കൂടുതൽ പ്രേക്ഷകരും ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് വിധുബാല. എന്നാൽ ഈ വിധുബാല ഇപ്പോൾ എവിടെയാണ്? ട്രോളുകളിലൂടെ എല്ലാവരും ഇപ്പോൾ വിധുബാലയെ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും കഥയില്ലാത്ത ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്ന മുഖം വിധുബാലയുടേത് തന്നെയാണ്. കഥയില്ലാത്ത ജീവിതത്തിലൂടെ പലരുടെയും ജീവിതം പറഞ്ഞ താരത്തിന്റെ ദാമ്പത്യ ജീവിതവും സ്വകാര്യ ജീവിതവും ഒന്നും തന്നെ പ്രേക്ഷകർക്ക് അത്ര വലിയ പിടുത്തമില്ല. വിവാഹത്തോടെ അഭിനയം വേണ്ടെന്ന് വെച്ച വിധുബാല 41 വർഷമായി സമ്പൂർണ്ണ കുടുംബിനിയുടെ റോഡിൽ തിളങ്ങി നിൽക്കുകയാണ്. പ്രമുഖ നിർമ്മാതാവ് മുരളീകൃഷ്ണനെ പരിചയപ്പെടുന്നതും പിന്നീട് വിവാഹം നടക്കുന്നതും സിനിമയിൽ നിന്നാണ്. ഇരുവർക്ക് ഒരു മകനുണ്ട്. അർജുൻ എന്നാണ് പേര്. അദ്ദേഹവും അച്ഛൻ്റെ പാരമ്പര്യം പിന്തുടർന്ന ബിസിനസ്സിലേക്ക് ചുവടുവെച്ച് മുന്നിലേക്ക് പോവുകയായിരുന്നു. വിധുബാലയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് കഥയില്ലാത്ത ജീവിതമാണെങ്കിൽ പോലും ടെലിവിഷൻ ചരിത്രത്തിലെ തന്നെ വേറിട്ട റിയാലിറ്റി ഷോയായി അതിനെ മാറ്റിയതും വിധുബാലയുടെ പ്രത്യേക അവതരണ ശൈലി തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകും. അഭിനയത്തിൽ അന്നണിഞ്ഞ മേക്കപ്പ് പിന്നെ ഒരിക്കലും നടിയെന്ന നിലയിൽ വിധുബാല അണിഞ്ഞിട്ടില്ല. വിധുബാല ഒരു നടിയാണെന്ന് പലർക്കും അറിയുകയുമില്ലായിരുന്നു. സിനിമ വേണ്ടെന്ന് തീരുമാനിച്ചത് സ്വയം എടുത്ത ഡിസിഷൻ തന്നെയായിരുന്നുവെന്ന് പലപ്പോഴായി താരം പറഞ്ഞിട്ടുമുണ്ട്. അതിലൂടെ തന്നെ പ്രേക്ഷകർക്ക് വളരെ നന്നായി തന്നെ താരത്തിനെക്കുറിച്ച് അറിയുകയും ചെയ്യാം. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു താരമായി തന്നെ എപ്പോഴും പ്രേക്ഷകർ തന്നെ വിധുബാലയെക്കുറിച്ച് ഏറ്റെടുക്കാറുമുണ്ട്. ഒരുപാട് പടങ്ങൾ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 2 വർഷത്തിനുള്ളിൽ തന്നെ ആ പരിചയം പ്രണയത്തിലേക്ക് എത്തുകയുമായിരുന്നു. അവസാന പടത്തിലാണ് വിധുബാലയ്ക്ക് പോലും അറിയില്ലായിരുന്നത്. ശംഖുപുഷ്പത്തിൽ അഭിനയിക്കുന്ന കാലത്താണ് മുരളീകൃഷ്ണൻ എന്ന ആളുമായി വിധുബാല പ്രണയത്തിലാകുന്നത്. അത് വളരെയധികം ചർച്ച ചെയ്തൊരു പ്രണയമായി തന്നെ അത് വേഗം മാറുകയും ചെയ്തു. അവിടെ നിന്ന് പരിചയപ്പെട്ട മുരളീകൃഷ്ണൻ കുറെ പടങ്ങളിൽ അഭിനയിക്കുകയും പിന്നെ 2 വർഷത്തിനുള്ളിൽ ആ പരിചയം പ്രണയത്തിലെത്തുകയും ബിസി ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു. പ്രായമെത്തിയപ്പോൾ ഇതൊന്തൊരു ഓട്ടമാണെന്ന് തോന്നി തുടങ്ങി. രാത്രി പകൽ എന്നില്ലാതെ പടങ്ങൾ ചെയ്തു. ഹൈദരാബാദിൽ ചെന്നൈയിലും ഷൂട്ടിങ്. അങ്ങനെ ഓടി നടന്ന പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാലം 4-4.5 വർഷം കൊണ്ട് തന്നെ 100-ൽ പരം ചിത്രങ്ങളിൽ വിധുബാല അഭിനയിച്ചു. തിരക്കിൽ നിന്നും തിരക്കിലേക്ക് ഓടി നടന്നാണ് ചിത്രങ്ങൾ ചെയ്തത്. ഒരു വർഷം 30ഓളം ചിത്രങ്ങൾ. ഇതിനിടയിൽ പേഴ്സണൽ ലൈഫ് താൻ മറന്നുപോയിരുന്നു. വിധുബാല തന്നെ ഒരിക്കൽ പറഞ്ഞതാണ് ഇതിനെപ്പറ്റി. അച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ് സിനിമയിലെത്തിയത്. എങ്കിലും ജീവിതത്തിൽ ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യരുതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ജീവിതം സ്വയം എടുത്ത തീരുമാനമാണിത്. ആ ജീവിതത്തിൽ ഞാൻ എൻ്റെ സ്വയം തീരുമാനത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. വിവാഹം നിശ്ചയിച്ച സമയത്ത് എൻ്റെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ് ആൾ മുൻഗണന കൊടുത്തത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആകണമെന്ന ആഗ്രഹം എൻ്റെ മനസ്സിൽ ഇന്നും കിടക്കുന്നൊരാഗ്രഹമാണ്. പല കാരണങ്ങൾ കൊണ്ട് പഠനം പൂർത്തിയാക്കാനായില്ല. അതുകൊണ്ട് തന്നെ വിവാഹം ഉറപ്പിച്ചപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാണ് അതിലായിരിക്കണം കൂടുതൽ ശ്രദ്ധ വേണ്ടതെന്ന്. എൻ്റെ ശ്രദ്ധ മുഴുവൻ സമയം കുടുംബത്തിന് വേണ്ടി ആകണമെന്നും പറഞ്ഞു. എങ്കിൽ മാത്രമേ എൻ്റെ ദാമ്പത്യ ജീവിതത്തിന് ഒരു ബേസ് കിട്ടുകയുള്ളൂ എന്നും തീരുമാനിച്ചു. നല്ലൊരു ഭാര്യയും അമ്മയും മകളുമാകണമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ്. അതാണ് എൻ്റെ ഫൗണ്ടേഷനായി കരുതി നിർബന്ധമുണ്ടായിരുന്നത്. പിന്നെ കുഞ്ഞായി. അവനെ വളർത്തിയെടുക്കണ്ടേ എന്ന അമ്മയായി എൻ്റെ ഉത്തരവാദിത്വമായി. അങ്ങനെ ഉറങ്ങാത്ത ദിവസങ്ങൾ പിന്നെയും കൂടി. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.